കൊച്ചിയിൽ പൂർത്തിയായ തുരുത്തി ടവർ ഒരു തദ്ദേശ സ്ഥാപനം ഒരുക്കുന്ന ഏറ്റവും വലിയ പാർപ്പിട പദ്ധതിയാണ്. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡും കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2 ടവറുകളായി 394 ഫ്ളാറ്റുകളാണ് സമുച്ചയത്തിലുള്ളത്. കൊച്ചിയുടെ കണ്ണായ സ്ഥലത്ത് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഈ പാർപ്പിട സമുച്ചയം മുഖ്യമന്ത്രി ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. ഫ്ളാറ്റിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളും നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഈ ഫ്ളാറ്റ് ലഭിക്കാൻ പോവുകയാണ്, അടുത്ത ദിവസം താക്കോല് കിട്ടാൻ പോവുകയാണ്. എന്താ തോന്നുന്നത് ഇപ്പോൾ? വളരെ സന്തോഷമുണ്ട്. നമുക്ക് സർക്കാർ ചെയ്ത നല്ല കാര്യമാണ്. അതേമാതിരി തന്നെ കോർപ്പറേഷൻ ഇത് വളരെ ഇഷ്ടമായി. പക്ഷേ 2 അഭിപ്രായമാണ് പറഞ്ഞത്. അവിടെ കിട്ടുമെന്നും പറയണ്ട്, ഇവിടെ കിട്ടുമെന്നും പറഞ്ഞു. ഏതാണെന്ന് പറഞ്ഞില്ല, നമുക്ക് ഏത് കിട്ടിയാലും സന്തോഷമാണ്. ഹയാത്തുനിന്നൊക്കെ കാണുന്ന പോലെയുള്ള കാഴ്ച മൂന്നാറിൽ നിൽക്കുന്നത് പോലെ. ഇപ്പൊ ഞാൻ ഇപ്പൊ അങ്ങോട്ട് നോക്കിയപ്പോ ഞാൻ പറഞ്ഞു മൂന്നാറിലാണ് ഞങ്ങൾ നിക്കണതെന്ന് പോലും ഞാൻ ചോദിച്ചു. സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മൾ ചേരിയിൽ താമസിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോഴൊക്കെ നമ്മളൊരു സന്തോഷം ഒന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഭാവനാപൂർണമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണിത്. അത് ഏറ്റവും പാവപ്പെട്ടവരിലേക്ക് എത്തുന്ന ദിവസങ്ങൾ, അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ഇതിന്റെ ഗുണഭോക്താക്കളിലേക്ക് എത്തുകയാണ്. കൊച്ചിയിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം അശ്വിൻ വല്ലഭ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇത്ര മനോഹരമായിട്ട് സമുച്ചയം ഒരുക്കിയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് 6.5 കോടി ആളുകളെങ്കിലും ഇന്ത്യയിൽ ചേരികളിൽ നിവസിക്കുന്നവരാണ്. നേരത്തെ പാർലമെന്റിൽ കൊടുത്ത മറുപടിയുടെ കണക്ക് എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തതാണ്. ഏതാണ്ട് 45,000-ലധികം കുടുംബങ്ങൾ മാത്രമാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ചേരി നിവാസികൾ ഉള്ളത് കേരളത്തിലാണ്. നമ്മൾ ഈ G20 ഉച്ചകോടി നടന്നപ്പോൾ പ്രധാനപ്പെട്ട ലോക നേതാക്കളൊക്കെ കടന്നു പോകുന്ന മാർഗത്തിൽ ചേരികളൊക്കെ കെട്ടിമറച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ കെട്ടിമറയ്ക്കുന്നതിലല്ല, അവിടെ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിലാണ് ഒരു ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി. ഒരു കോർപ്പറേഷൻ നടത്തിയ പുനരധിവാസ പദ്ധതിയാണ് 394 മനോഹരമായ പാർപ്പിട സമുച്ചയം. അഭിമാനകരമായ സ്തംഭമാണത്. കൊച്ചിയുടെ നഗരഹൃദയത്തിലാണ്. കൊച്ചി കോർപ്പറേഷനും മേയർ അനിൽകുമാറും അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നമ്മൾ അഭിനന്ദനം അറിയിക്കുന്നു. അവിടേക്ക് താമസിക്കാൻ കാത്തിരിക്കുന്നവർക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട്